സ്ലീപ്പിംഗ് ബാഗിനകത്ത് ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. പെട്ടെന്ന് ആരോ ഒന്ന് കാലി തട്ടി. എലിയുണ്ട്, തറയിൽ കിടന്ന എലിയുടെ കടി കിട്ടും എന്ന് പറഞ്ഞു. ഉറക്കച്ചടവിൽ എനിക്ക് പെട്ടെന്ന് കാര്യമൊന്നും മനസ്സിലായിട്ടില്ലെങ്കിലും ഞാൻ പയ്യെ എണീറ്റ് ഡോറിൻ്റെ അടുത്ത് പോയിട്ടിരുന്നു. അടുത്ത സ്റ്റേഷൻ ഏതാണെന്ന് നോക്കി. മഹാരാഷ്ട്രയുടെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ബലാർപൂർ. 40 മിനിറ്റ് ഹോൾട്ടുണ്ട് അവിടെ. പുറത്ത് പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ എങ്ങും ഒരു കടയില്ല. അവസാനം റെയിൽവേ സ്റ്റേഷന്റെ പുറത്തിറങ്ങി. ഈ കൊടും തണുപ്പത്തും എത്രയേറെ ആളുകളാണ് പുറത്ത് കിടക്കുന്നത്. ചിലരാണെങ്കിൽ അവിടെ തീ കായാണ്. ഒരുപാട് പുറത്തേക്ക് പോണ്ട എന്ന് ജിഷ്ണു പറഞ്ഞു. അവനും കൂടെ വന്നിട്ടുണ്ടായിരുന്നേ. തബോഡ നാഷണൽ പാർക്കിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണിത്. അതുകൊണ്ട് വന്യജീവികൾ ഒരുപാടുണ്ട്. അതുകൊണ്ടായിരിക്കാം ആളുകളെല്ലാം കൂട്ടമായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വെളിച്ചമുള്ള സ്ഥലത്ത് തന്നെ കിടക്കുന്നത്. ഒരുപാട് വന്യമൃഗങ്ങൾ ട്രെയിൻ തട്ടി ഈ പ്രദേശങ്ങളിൽ ചാകാറുണ്ട്. നക്സൽ സ്വാധീനവും ഇവിടെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. ഞാനും ജിഷ്ണുവും എന്തായാലും ഒരുപാട് നേരം അവിടെ നോക്കി നിന്നില്ല. ട്രെയിൻ എടുക്കാൻ ഇനി 20 മിനിറ്റോടെ ഉണ്ട്. അവരോടൊപ്പം പോയി തീ കാഞ്ഞാലോ എന്ന് വിചാരിച്ചാണ്. പക്ഷെ ജിഷ്ണു സമ്മതിച്ചില്ല. ഞങ്ങൾ ട്രെയിനിലേക്ക് തിരിച്ചു നടന്നു. റെയിൽവേ സ്റ്റേഷനിലെ തറയിലെല്ലാം ആളുകൾ പൊതച്ചു മൂടി കിടന്നുറങ്ങുകയാണ്. അത്രമാത്രം ഉണ്ട് തണുപ്പ്. എവിടെയെങ്കിലും ഒരു കടയെങ്കിലും തുറന്നിട്ടുണ്ടോ എന്നറിയാൻ വീണ്ടും നോക്കി. ഒരു സ്ഥലത്ത് പോലും കട തുറന്നിട്ടില്ല. ഈ ഒരു റെയിൽവേ സ്റ്റേഷനിലൂടെ കടന്നു പോകുന്ന എല്ലാവരും തന്നെ തബോഡ നാഷണൽ പാർക്കിന്റെ മനോഹരമായിട്ടുള്ള ദൃശ്യാവിഷ്കാരം ശ്രദ്ധിക്കുകയും അതേപ്പറ്റി കൂടുതൽ അന്വേഷിക്കുകയും ചെയ്യും. തബോഡ നാഷണൽ പാർക്കിനെ ബുദ്ധിപരമായിട്ട് തന്നെ മാർക്കറ്റ് ചെയ്തിരിക്കുന്നു. ട്രെയിനിൽ കയറി ഇരുന്നും കിടന്നും നിന്നും കുറച്ചു നേരം കൂടെ ഉറങ്ങി. ഉറക്കം എഴുന്നേറ്റപ്പോൾ മനോഹരമായിട്ടുള്ള കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളാണ് കാണുന്നത്. ഇന്നലെ തമിഴ്നാട്ടിലൂടെ പോയപ്പോൾ പച്ച വിരിച്ച് നിൽക്കുന്ന പാടങ്ങളായിരുന്നു. ഇവിടെ കൊയ്ത്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. കറ്റകളെല്ലാം ഒരു കൂനയായിട്ട് കൂട്ടിയിട്ടിരിക്കുന്നു. വീടുകളൊന്നും തന്നെ കാണാനില്ല. നോക്കത്താ ദൂരത്തോളം കൃഷിയിടങ്ങൾ മാത്രം. ഗാന്ധിജി പറഞ്ഞ ഇന്ത്യയുടെ ആത്മാവ് ഉറങ്ങുന്ന യഥാർത്ഥ ഗ്രാമങ്ങളാണ് ഇവയെല്ലാം. ഒരു ശരാശരി മലയാളിക്ക് ഉറപ്പായിട്ടും അത്ഭുതമായിട്ട് തോന്നും ഇവരുടെയൊക്കെ ജീവിതം കണ്ട്. ട്രെയിന് അത്യാവശ്യം വേഗത കൂടുന്നുണ്ട്. ആളുകളെല്ലാം പയ്യെ പയ്യെ എണീറ്റ് തുടങ്ങി. അണ്ണൻ രാവിലെ തന്നെ എഴുന്നേറ്റ് വീട്ടിലുള്ള മകനെ വിളിക്കുകയാണ്. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ മകനെ ഏൽപ്പിച്ചിട്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. അതൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് അദ്ദേഹം മകനിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ അദ്ദേഹത്തിന്റെ ബന്ധുവാണോ സുഹൃത്താണോ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരു അണ്ണനും കൂടെ വന്നിട്ടുണ്ട്. അവർ കാര്യമായിട്ടിരുന്ന് എന്തൊക്കെയോ ചർച്ചകളാണ്. ഇടയ്ക്ക് ട്രെയിനിലെ തിരക്കാണെങ്കിൽ പയ്യെ പയ്യെ കൂടുകയും കുറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ നന്നായിട്ട് വിശക്കുന്നുണ്ട്. അയോധ്യയിൽ നിന്നുള്ള കുടുംബം ആയിക്കോട്ടെ, അവർ പാതി ഉറക്കത്തിലാണ്. എനിക്ക് ജനാലയ്ക്ക് അരികിലുള്ള സീറ്റ് തന്നെ കിട്ടിയിട്ടുള്ളത് കൊണ്ട് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരുന്നു. സീറ്റിൻ്റെ യഥാർത്ഥ ഉടമ ഒന്ന് എണീപ്പിച്ച് വിടുമോ എന്നുള്ള ഭയത്തിൽ ഞാൻ പുറത്തെ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ടേയിരുന്നു. ഇടയ്ക്ക് വനം കയറി വരുന്നുണ്ട്, ഇടയ്ക്ക് കൃഷിയിടങ്ങൾ വരുന്നുണ്ട്. ഇളം വെയിലിൻ്റെ ചൂടും ആ തണുത്ത കാറ്റും ട്രെയിനിൻ്റെ ശബ്ദവും പുറത്തെ കാഴ്ചകളും കണ്ട് ഞാനേതോ മായ ലോകത്ത് ഇങ്ങനെ ഇരുന്നു. ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊരു മാൻകൂട്ടത്തെ ഞാൻ കണ്ടു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ വനസമ്പത്തുള്ള മധ്യപ്രദേശിലൂടെയാണല്ലോ ഇപ്പോൾ ട്രെയിൻ കടന്നു പോകുന്നത്. അണ്ണൻ്റെ സീറ്റിൽ പുതിയ ഏതോ അതിഥി വന്നിരിക്കുന്നുണ്ട്. അദ്ദേഹം എന്തോ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. എനിക്കെന്തോ കഴിക്കാൻ തോന്നി. കാടിനോട് ചേർന്ന കൃഷിയിടങ്ങളിലൂടെയാണ് ഇപ്പോൾ ട്രെയിൻ സഞ്ചരിക്കുന്നത്. അവിടെ ഇവിടെയായിട്ട് കാടും കാണാം, കൃഷിയിടങ്ങളും കാണാം. മനുഷ്യരെ ഒന്നും തന്നെ കാണാനില്ല. പുതിയ അതിഥികൾ കടന്നു വന്നുകൊണ്ടേയിരുന്നു. ഹരിശങ്കർ ഭായിയുടെ അനുജനാണ് അദ്ദേഹം. എന്നെ കണ്ടപ്പോൾ തന്നെ കേരളത്തിൽ നിന്നല്ലേ എന്ന് ഒറ്റയടിക്ക് എന്നെ ചോദിച്ചു. ജനാലയിലൂടെ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന എന്നോട് അദ്ദേഹം പറഞ്ഞു, ഒരുപാട് ചേർന്ന് നിന്ന് വീഡിയോ എടുക്കണ്ട, കാരണം ഫോൺ അവർ കൊണ്ടുപോകും. ഇത് കേരളമല്ല ഇതുപോലെ വീഡിയോ എടുക്കാൻ. കേരളത്തെക്കുറിച്ചും കേരളത്തിലെ ജനങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് നല്ല മതിപ്പാണ്. വീഡിയോ യൂട്യൂബിലിട്ട ശേഷം കൃത്യമായിട്ട് അയച്ചു കൊടുക്കാനൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നോട് കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി. കല്യാണം കഴിച്ചതാണോ, ജോലി എന്താ, പിന്നെ അദ്ദേഹം 16-ാം വയസ്സിൽ കല്യാണം കഴിച്ചതിൻ്റെ വീര കഥകളൊക്കെ കുറെ നേരം പറഞ്ഞിട്ടാണ് സ്വന്തം സീറ്റിലേക്ക് മടങ്ങിയത്. തണുപ്പ് പയ്യെ പയ്യെ മാറി തുടങ്ങി. കാറ്റിന് ചൂട് പിടിച്ചു തുടങ്ങി. ട്രെയിൻ യാത്രയുടെ ഏറ്റവും വലിയ മനോഹാരിത എന്ന് പറയുന്നത് ഇതുപോലെ പച്ച പൊതച്ച് നിൽക്കുന്ന പാടശേഖരങ്ങളുടെ നടുവിലൂടെ പയ്യെ കുണുങ്ങി കുണുങ്ങി ട്രെയിനിൽ പോകുന്നതാണ്. എൻ്റെ മനസ്സിലിപ്പോൾ മൊത്തം പിന്നെയും പിന്നെയും മാരോക്കിനാവിൻ്റെ പടികടന്നെത്തുന്ന പദനിസ്വനം. എങ്ങനെയാണ് ഈ പാട്ട് കൃത്യസമയത്ത് തന്നെ തലച്ചോറ് കയറി പറ്റിയെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഇതുപോലെയുള്ള സ്ഥലമൊക്കെ കാണുമ്പോൾ എനിക്ക് മാത്രമാണോ തോന്നുന്നത് അവിടെ ഒത്ത നടുക്ക് ഒരു ചെറിയ വീട് വെച്ച്
ശാന്തമായിട്ട് ജീവിക്കണമെന്ന്. കുംഭമേള നടക്കുന്ന പ്രയാഗ്രാജിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താൻ ഇനിയും 10 മണിക്കൂർ എടുക്കും. ഭയ്യയുടെ അളിയൻ വന്നിട്ടുണ്ട്. ഇവര് സംസാരിക്കുന്ന ഭാഷ ഹിന്ദിയുടെ ഏതോ ഒരു വകഭേദമാണ്. എനിക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇവരെന്തായാലും ബന്ധുക്കളെന്നതിനേക്കാൾ ഉപരിയായിട്ട് വൈകാരികമായിട്ട് നല്ല അടുപ്പമുള്ള സുഹൃത്തുക്കളാണ്. കാരണം അത്രമാത്രം കാര്യങ്ങളാണ് ഇവർ ചർച്ച ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ അടുത്ത സുഹൃത്തുക്കളോടല്ലാതെ ഇങ്ങനെ കുറേ നേരം വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാനൊന്നും പറ്റില്ല. കിലോമീറ്ററുകൾ മാത്രം വ്യത്യാസമുള്ള സ്ഥലങ്ങളിൽ ചില സ്ഥലത്ത് പച്ച പുതച്ച് നല്ല ഹരിതാഭയായിട്ട് നിൽക്കുന്നു. ചില സ്ഥലങ്ങളൊക്കെ വരണ്ടുണങ്ങി നിൽക്കുന്നു. ഞാൻ വിചാരിച്ചു എന്താ ഇതിൻ്റെയൊക്കെ പ്രധാന കാരണം. കിട്ടുന്ന മഴയുടെ അളവിൽ വലിയ വ്യത്യാസമൊന്നും കാണില്ല. പക്ഷേ വേണ്ടത്ര ജലസേചന മാർഗങ്ങളില്ലാത്തായിരിക്കാം ഇതിനുള്ള പ്രധാനപ്പെട്ട പ്രശ്നം. പെരിയാർ വാലി മെയിൻ കനാൽ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ നാടും ഇതുപോലെ വരണ്ട് കിടന്നേനെ. പഞ്ചവത്സര പദ്ധതിക്ക് നന്ദി. ചൂടിനോടൊപ്പം വിശപ്പും കത്തി തുടങ്ങി. ബെർത്ത് ഉണ്ടായിരുന്നെങ്കിൽ കയറി കിടന്ന് ഉറങ്ങിയാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ എന്ത് കൊണ്ടുവന്നാലും വാങ്ങിച്ച് കഴിക്കാം എന്ന് വിചാരിച്ചിരുന്ന എൻ്റെ മുമ്പിലേക്ക് നല്ല ചൂട് സമൂസയും പച്ചമുളകായിട്ട് ആൾ വന്നു. നേരെ വാങ്ങിച്ചു. ഉരുളക്കിഴങ്ങിൻ്റെ തൊണ്ടൊന്നും കളഞ്ഞിട്ടില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഒട്ടും എണ്ണയുടെ അംശമില്ലാത്ത ആ സമൂസ ഒരു കടി കടിച്ച ശേഷം പയ്യെ ചവച്ച ശേഷം അപ്പോഴാണ് സമൂസയുടെ യഥാർത്ഥ സ്വാദ് മനസ്സിലാക്കാൻ പറ്റുക. സമൂസയൊന്നും കഴിക്കണ്ടടാ എന്ന് പറഞ്ഞ ജിഷ്ണു എന്നെ ഒന്ന് നിരുത്സാഹപ്പെടുത്താൻ നോക്കിയെങ്കിലും അവസാനം ഞാൻ ജിഷ്ണുവിനെ കൊണ്ടും സമൂസ കഴിപ്പിച്ചു. മുളക് ചെറുതാണെങ്കിലും എരിവ് വിചാരിച്ച പോലെയല്ല, നല്ലോണം ഉണ്ട്. കേരളത്തിൽ ഒരുപാട് സമയം ചെലവഴിച്ചിട്ടുള്ള അണ്ണൻ മലയാളികളെ പറ്റിയും കേരളത്തെ പറ്റിയും പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ മലയാളിയായിട്ട് ജനിക്കണം എന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. എന്നെ ഇങ്ങോട്ടേക്ക് വന്ന് പരിചയപ്പെട്ടതാണ് ശിവസ്വാമി. അദ്ദേഹം സന്യാസിയാണ്. ജീവിതം ശിവന് വേണ്ടിയിട്ടാണ് അദ്ദേഹം മാറ്റിവെച്ചിട്ടുള്ളത്. ശിവചന്ദനശേഖരൻ എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം. ഋഷികേശിലേക്കും കേദാർനാഥിലേക്കും അദ്ദേഹം നടത്തിയ തീർത്ഥാടന യാത്രകളുടെ എല്ലാ വിവരണവും എനിക്ക് പറഞ്ഞു തന്നു. അതോടൊപ്പം തന്നെ കേരളത്തിലും അദ്ദേഹം ഒരുപാട് യാത്ര നടത്തിയിട്ടുണ്ട്. കാഴ്ചയിൽ വളരെ പരുക്കനാണെന്ന് തോന്നിച്ചെങ്കിലും വളരെ സരസനായ മനുഷ്യൻ. ഒരു കൂട്ടുകാരനെ പോലെയാണ് എന്നോട് സംസാരിക്കുന്നത്. ട്രെയിനിലെ ഒട്ടുമിക്ക ബോഗികളിലെയും വെള്ളം തീർന്നിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വെള്ളം അവശേഷിക്കുന്ന ബോഗി ഏതാണെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ് എന്നെ മുന്നിൽ നടന്ന് അദ്ദേഹം കൊണ്ടുചെന്നാക്കി. ഇനി 9ഓളം മണിക്കൂർ ട്രെയിനിൽ ചെലവഴിക്കേണ്ടതാണ്. ഒട്ടുമിക്ക ബോഗികളിലെയും വെള്ളം തീർന്നിരിക്കുകയാണ്. ഏത് ജീവിത സാഹചര്യത്തിലും നമുക്ക് ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ് യാത്രകളിലൂടെ നമ്മൾ പഠിക്കുന്ന ഏറ്റവും വലിയ പാഠം. അത് തന്നെയാണ് ഞാൻ ഇവിടെയും പഠിക്കുന്നത്. അങ്ങനെ വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടിയിരുന്ന ഞങ്ങളുടെ ബോഗിയിലെ ആൾക്കാർക്ക് ജലത്തിന്റെ ഉറവ കാട്ടിക്കൊടുത്ത ഋഷ്യശൃംഖനായി മാറി ശിവസ്വാമി. ഓരോ സ്റ്റേഷൻ പിന്നിടുമ്പോഴും തിരക്ക് നന്നായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നടക്കാൻ വരെ ബുദ്ധിമുട്ടായി തുടങ്ങി. കുറച്ചു നേരം എന്തായാലും ശിവസ്വാമിയുടെ അടുത്തിരിക്കാന്ന് വിചാരിച്ചു. അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് എല്ലാം എൻ്റെ മുമ്പിൽ കാണിച്ചു തരികയാണ്. ഒരു സന്യാസി എന്ന നിലയിൽ അദ്ദേഹം ധരിക്കേണ്ട അംശവസ്ത്രങ്ങളെല്ലാം തന്നെ ധരിച്ചിട്ടുള്ളൊരു ഫോട്ടോയും എന്നെ കാണിച്ചു തന്നു. രുദ്രാക്ഷത്തിൽ തീർത്തിട്ടുള്ള വലിയ 2 മാലകളാണ് അതിലേറ്റവും പ്രധാനം. കേരളത്തിലെ ഒട്ടുമിക്ക അമ്പലങ്ങളും അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട്. ഇന്ത്യ പുറ സുറ്റിക്കിട്ട് இருக்கேன். കേദാർനാഥ്, രുദ്രനാഥ്, കൽപേശ്വർ, തുംഗനാഥ്, മത്മകേശ്വർ, അമർനാഥ് യാത്ര. അവസാനമായിട്ട് എന്നോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് என்ன தெரியுமா தோணுது, நீங்க ஒரு தேடல் இருக்கு உங்களுக்கு வாழ்க்கையில ஒரு ஸ்டேஜுக்கு மேல போகணும்ல, அந்த தேடல் நோக்கி பயணிச்சுக்கிட்டு இருக்கோம். ஆனா இன்னும் அந்த அதுக்குண்டான வழியை நீங்க போய்கிட்டு இருக்கேன்னு அந்த வழிக்கு போகல. மிக விரைவில் அந்த தேடலுக்குண்டான வழியை போவீங்க, வெற்றி அடைவீங்க, சக்சஸ் அடைவீங்க. எவ்வளவு தோல்வி அந்த பின் வாங்காதீங்க, வெற்றி நோக்கி போய்கிட்டே இருங்க. அந்த வெற்றி கண்டிப்பா ஒரு கிடைக்கும். ஓடிக்கிட்டே இருக்கணும், குதிரை மாதிரி ஓடிக்கிட்டே இருக்கணும். நம்ம தொலைண்டு போற ஆள் கிடையாது. நீங்க ஓடிக்கிட்டே இருக்கீங்க. ஓடிக்கிட்டே இருக்க உங்களுக்கு கண்டிப்பா வெற்றி வரும். ஒரு தண்டமாறோட விழுந்துடக்கூடாது. விழுந்தா திருப்பி எந்திரிச்சு குதிரை என்ன செய்யும்? ഓടും. അത് மாதிரி ഓടിക്കിട്ടേ വെற்றி ഉന്നെ നോക്കി വരും. ജീവിതത്തിൽ എന്ത് തന്നെ പരാജയങ്ങൾ വന്നാലും വീണ് പോകരുത്, വീണ് കിടക്കരുത്, ഓടിക്കൊണ്ടേയിരിക്കുക. ഉറപ്പായിട്ടും ഒരു ദിവസം വിജയം വരും. സ്വാമിക്കൊരു കൈയും കൊടുത്ത് ഇരുന്ന സീറ്റിലേക്ക് തന്നെ ഞാൻ തിരിച്ചെത്തി. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ചുകൂടി പുതിയ അതിഥികൾ എത്തിയിട്ടുണ്ട്. ഫോൺ സൈലന്റിലായി പോയി ശബ്ദം കേൾക്കാതെ വന്നപ്പോൾ ഭയ്യയ്ക്ക് ജിഷ്ണു ആണ് ഫോൺ സൈലന്റ് മോഡ് മാറ്റി കൊടുത്തത്. അതേ പിന്നെ ജിഷ്ണുവിന് ഭയങ്കര വിലയാണ്. കാര്യമായിട്ട് തന്നെ അവനോട് സംസാരിക്കുന്നുണ്ട്. കടുത്ത ഫിലോസഫിക്കൽ ചർച്ചകളാണ് അവിടെ നടക്കുന്നത്. ഞാൻ ഇടപെടാൻ പോയില്ല. പ്രയാഗ്രാജിലെ കുംഭമേളയുടെ അറേഞ്ച്മെന്റ് ഒക്കെ എങ്ങനെ ഉണ്ടാകും എന്ന് ചോദിച്ച ജിഷ്ണുവിനോട് പ്രയാഗ്രാജിന്റെ ചരിത്രത്തെക്കുറിച്ചും
രാമായണത്തിൽ പ്രയാഗ്രാജിനെ പറ്റി പറഞ്ഞിട്ടുള്ളതും പ്രയാഗ്രാജിന്റെ പ്രഭാവത്തെ പറ്റിയൊക്കെ കടുകട്ടിയായിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഇതിലൊന്നും ശ്രദ്ധിക്കാതെ രണ്ടുപേരും അവിടെ ഇരിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും കാണാൻ ഇപ്പൊ ഒരുപോലെ ഉണ്ടല്ലോ. ഞാൻ ആലോചിച്ചു, ട്രെയിനിലെ വെള്ളം തീർന്ന പ്രശ്നത്തിൽ കടുത്ത രോഷാകുലനാണ്. റെയിൽവേയിലെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ച് എന്നെക്കൊണ്ട് 2 തവണ കംപ്ലൈന്റ് ഫയൽ ചെയ്യിപ്പിച്ചു. പക്ഷെ നടപടിയൊന്നും ആയിട്ടില്ല. റെയിൽവേയുടെ റൂൾസൊക്കെ അത്യാവശ്യം കൃത്യമായിട്ട് അറിയാവുന്ന അദ്ദേഹം ഇനി വെള്ളം വന്നില്ലെങ്കിൽ ചങ്ങല വലിക്കും എന്നാണ് പറയുന്നത്. ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുന്നത് കണ്ടിട്ടാണ് അദ്ദേഹത്തിന്റെ ഈ രോഷപ്രകടനം. ഇനി 5 മണിക്കൂറോടെ എടുക്കും. എന്തായാലും വെയിൽ പയ്യെ പയ്യെ താഴ്ന്നു തുടങ്ങിയിരിക്കുന്നു. ട്രെയിനിലിപ്പോൾ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ആയി. എന്തായാലും എൻ്റെ വലിയൊരു ഭാഗ്യമാണ് വിൻഡോ സീറ്റ് തന്നെ കിട്ടിയിട്ടുള്ളത്. ശരിക്കും ഇന്ത്യയെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ റെയിൽവേയുടെ സ്ലീപ്പർ ക്ലാസ്സിൽ തന്നെ സൗത്ത് മുതൽ അങ്ങ് നോർത്ത് വരെ യാത്ര ചെയ്താൽ മതി. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളതല്ലാതെ യഥാർത്ഥത്തിലുള്ള ഉത്തരേന്ത്യൻ ജനവിഭാഗവും അവരുടെ ജീവിതം എന്താണെന്ന് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. സാധാരണ ദിവസങ്ങളിൽ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ കടുംപിടുത്തമുള്ള ഒരാളാണ് ഞാൻ. അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെയോ ഒരു മനപ്രയാസം പോലെയാണ്. പക്ഷേ യാത്രകളിൽ എവിടെന്നോ ഒരു എനർജി വരും. രാവിലെയോ ഉച്ചയ്ക്കോ ഒന്നും കഴിച്ചില്ലെങ്കിലും പ്രാഥമിക കാര്യങ്ങൾ പോലും കൃത്യമായിട്ട് നിർവഹിക്കാൻ പറ്റിയില്ലെങ്കിലും യാത്രകളിൽ എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റാറുണ്ട്. ആദ്യമൊക്കെ ചേച്ചിമാര് ഭക്ഷണം വേണോ എന്ന് ഫോർമാലിറ്റിയുടെ പേരിൽ ചോദിക്കുമായിരുന്നു. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. അവര് കഴിക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ ഒരു വിഹിതം എനിക്കും തരും. അവരോടുള്ള നന്ദി സ്നേഹവും ഞാൻ അറിയിക്കുകയാണ് ഇവിടെ. ട്രെയിനിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. പ്രയാഗ്രാജിനോട് ഏതാണ്ട് അടുക്കാറായി. 40 മിനിറ്റിനുള്ളിൽ തന്നെ പ്രയാഗ്രാജിലേക്ക് എത്തും. സാമിയും ഡോറിന്റെ അടുത്തേക്ക് നീങ്ങി നിന്നതാണ്. അപ്പോഴാണ് ഞങ്ങൾ മലയാളികളെ കുറച്ചുപേരെ കണ്ടത്. സാമി എന്നോട് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ അവരോടും വാചാലനായി. നല്ല തണുത്ത കാറ്റാണ് പുറത്തുനിന്ന് ട്രെയിനകത്തേക്ക് അടിക്കുന്നത്. ആ ചുവന്ന ബാഗിനകത്ത് ഫോട്ടോയിൽ അദ്ദേഹം ആദ്യം കാണിച്ച അംശവസ്ത്രങ്ങളും രുദ്രാക്ഷത്തിന്റെ വലിയ 2 മാലകളുമാണുള്ളത്. ഇതെന്താണ് എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല. അവസാനം അദ്ദേഹം അത് അഴിച്ചു കാണിക്കുകയാണ്. ഒരു വാദ്യോപകരണം ചുറ്റുപാടും കൂടി നിന്ന് എല്ലാവരും അദ്ദേഹത്തെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. ട്രംപറ്റ് പോലെയോ നാദസ്വരം പോലെയോ വിരൽ കൊണ്ട് സ്വരസ്ഥാനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ഉപകരണം അല്ല അത്. സ്വന്തം ശ്വാസത്തിൽ ഒറ്റ കുഴൽ നാദത്തിലൂടെ വേണം ഇത്രയും മുഴക്കമുള്ള ശബ്ദം പുറത്തു വിടുവിപ്പിക്കാൻ. വാദ്യോപകരണത്തിന്റെ മെക്കാനിസം ഒക്കെ അദ്ദേഹം എല്ലാവർക്കുമായിട്ട് വിവരണം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തെപ്പറ്റിയും ജീവിതത്തെപ്പറ്റിയും ഒക്കെ ചോദിക്കുന്നവർക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം വളരെ സരസമായിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കൈക്കുഞ്ഞായിരുന്നപ്പോൾ തന്നെ അച്ഛനും അമ്മയും ഉപേക്ഷിച്ചു പോയതാണ് ശിവയെ. അതിനുശേഷം സന്യാസിമാരാണ് എടുത്തു വളർത്തിയത്. ഇപ്പോൾ 29 വയസ്സ് കഴിഞ്ഞു. സന്യാസം സ്വീകരിച്ചു. ഭൂതത്തിലും ഭാവിയിലും വർത്തമാനത്തിലും അദ്ദേഹത്തിനെ ആശങ്കപ്പെടുത്തുന്ന ഒരു പ്രശ്നങ്ങളുമില്ല. ജീവിതം തന്നെ ഒരു തീർത്ഥയാത്രയായിട്ട് മാറ്റിയിരിക്കുന്നു. തമിഴ്നാട്ടിലെ അണ്ണന്മാർ അദ്ദേഹത്തെ ഭയങ്കര വലിയ ഭയഭക്തി ബഹുമാനത്തോടുകൂടിയൊന്നുമല്ല, അപ്പുറത്തെ വീട്ടിലെ ചെക്കൻ എന്നുള്ളൊരു രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത്. ഇടയ്ക്കൊക്കെ കൗണ്ടർ അടിക്കുന്നുണ്ട്, തമാശ പറയുന്നുണ്ട്. പിന്നീട് തിയോളജിയിലേക്കായി സംസാരങ്ങളല്ല. എന്നോട് പറഞ്ഞ പോലെ ഓരോരുത്തരുടെയും ഭാവിയും അവർ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങളും അതിനുള്ള പരിഹാരങ്ങളും ഒക്കെ ഉപദേശിച്ചു കൊടുക്കുന്നുമുണ്ട്. കുറെ അധികം പേര് അദ്ദേഹത്തെ കേട്ടുകൊണ്ട് ചുറ്റും ഇരിക്കുന്നുണ്ട്. പക്ഷെ ഹിന്ദിക്കാർക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലാകാത്തതുകൊണ്ട് അവർ പയ്യെ സൈഡിലേക്ക് മാറി. ഇതിനിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം തുടങ്ങി വച്ചിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ട്. പുണ്യക്ഷേത്രങ്ങൾ എങ്ങനെ എളുപ്പത്തിൽ ചെലവ് കുറഞ്ഞ് സന്ദർശിക്കണമെന്ന്. അതും ഓരോരുത്തർക്കായിട്ട് പരിചയപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഇതിനിടയ്ക്കാണ് ആദിത്യ സ്വാമിയെ തേടി അന്വേഷിച്ചു വരുന്നത്. സ്വാമി ആദ്യം കുഴൽ ഊതിയതിൻ്റെ ഒച്ച കേട്ട് അദ്ദേഹം വന്നിരുന്നു. പക്ഷെ വീഡിയോ മൊത്തം കിട്ടിയില്ല. അപ്പോൾ എന്നോട് പറയാണ് ഹിന്ദിയിൽ, സ്വാമിയോട് ഒന്ന് പറയണം, ആ കുഴൽ ഊതുന്ന വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ശിവസ്വാമി ആണെങ്കിലോ തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ എല്ലാവർക്കും പരിചയപ്പെടുത്തുന്ന തിരക്കിലുമാണ്. അവസാനം ഒരിക്കൽ കൂടി ആ കുഴലെടുത്ത് എല്ലാവരുടെയും മുമ്പിൽ വായിച്ച് കാണിക്കാൻ സമ്മതിച്ചു. ഒരുപാട് പേര് ചുറ്റും കൂടി നിൽക്കുന്നുണ്ട്. എല്ലാവരും ഫോൺ എടുത്ത് തയ്യാറായി. നാൽപ്പത് മിനിറ്റിനുള്ളിൽ തന്നെ ട്രെയിൻ പ്രയാഗ്രാജിലേക്ക് എത്തും. ബാഗുകളിലും ചാക്കുകളിലുമായിട്ട് ഒരുപാട് ലഗേജ് ഉള്ളതുകൊണ്ട് അയോധ്യയിൽ നിന്നുള്ള ഭയ്യയും കുടുംബവും 1 മണിക്കൂർ മുമ്പ് തന്നെ ഡോറിനടുത്ത് ഇരിപ്പുറപ്പിച്ചു. ഇവന്റെ പേരാണ് ആദിത്യ.
സിമെന്റ് ഫാക്ടറിയിലെ സൂപ്പർവൈസറാണ് അദ്ദേഹം. യുപിയിൽ തന്നെയാണ് വീട്. നാളെ എന്തായാലും അവധി, ഒരു 18 മണിക്കൂർ കിട്ടും. അതെന്തായാലും കുംഭമേള നഗരിയിൽ ചെലവഴിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ആശാൻ വരുന്നത്. 3ാമത്തെ തവണയാണ്. ഇതിനോടൊക്കെ തന്നെ 2 ദിവസം കുംഭമേള നഗരിയിൽ അദ്ദേഹം ചെലവഴിച്ച് കഴിഞ്ഞു. ആവറേജ് ഇംഗ്ലീഷ് സംസാരിക്കുന്ന അദ്ദേഹം ആത്മീയപരമായിട്ടുള്ള കുറെ കാര്യങ്ങളൂടി എന്നോട് സംസാരിച്ചു. ക്യാമറ കണ്ടിട്ടാവാം. ഈ ഒരു ചെറുപ്പക്കാരൻ ഫോളോ ചെയ്യുന്ന ഐഡിയോളജി ആരുടെയാണ് എന്ന് ചോദ്യത്തിന് ശ്രീ ശങ്കരാചാര്യരാണ് എൻ്റെ ആത്മീയ ഗുരു എന്നാണ് മറുപടി തന്നത്. ആഹാ, ഞാൻ വരുന്നത് ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലത്തു നിന്നാണ്, എൻ്റെ നാട്ടുകാരനാണ് അദ്ദേഹം എന്ന് പറഞ്ഞ പിന്നെ ആദിത്യന് എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. ഒന്നും പേടിക്കണ്ട, കുംഭമേള നഗരിയിലെ എല്ലാ സ്ഥലവും ഞാൻ കൊണ്ടുവന്ന് നിങ്ങളെ കാണിക്കും എന്ന് പറഞ്ഞ് എല്ലാ ഉത്തരവാദിത്വവും ആദിത്യൻ തന്നെ അങ്ങ് ഏറ്റെടുത്തു. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ട്രെയിൻ പ്രയാഗ്രാജിലേക്ക് എത്തിച്ചേരും. കുംഭമേള നഗരിയിലെ വിശേഷങ്ങൾ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇല്ലെങ്കിൽ ഒരു പക്ഷേ വീണ്ടും നമ്മൾ കണ്ടില്ലെന്ന് വരും. ഇവിടുന്ന് 4 കിലോമീറ്റർ നടക്കാനുണ്ടെങ്കിലും ഞാൻ ട്രെയിനിൽ നിന്നും കാലെടുത്ത് തറയിൽ വെച്ച മൊമെന്റ് തൊട്ടേ കുംഭമേള നഗരിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇവിടം മുതൽ റോഡ് കൊണ്ടല്ല, മനുഷ്യരെ കൊണ്ടാണ് ഇവിടുത്തെ സ്ഥലങ്ങൾ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ത്രിവേണി സംഗമത്തിലേക്ക് നടപ്പ് തുടങ്ങി.